ഹലോ ഹലോ, ഞാനേ ഷെനാന്റെ വീട്ടിൽ നിന്നാ. ആ മനസ്സിലായി. ഉപ്പ എവിടെ മോളെ? ഉപ്പാക്കൊന്ന് ഫോൺ കൊടുക്ക്. ആ ഉപ്പ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ഉപ്പാക്ക് ഇതാ ഫോണ്, ഷഹനത്താന്റെ വീട്ടിൽ നിന്നാ. ഹലോ, അസ്സലാമു അലൈക്കും സീങ്ക. വലൈക്കും സലാം. എന്തായി നിക്കാഹിന്റെ ഒരുക്കങ്ങളൊക്കെ? ആ, നിക്കാഹിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. എന്താ കാര്യം? സൗദിന്ന് വിളി വന്നീനു. ഒരാഴ്ചന്റെ ഉള്ളിൽ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ. ആഹാ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിക്കാഹ് നടത്തുകയാണെങ്കിൽ നന്നായിരുന്നു. ഇനിയിപ്പോ നിക്കാഹിന് കൈ കൊടുക്കാൻ ഞാൻ ഇല്ലെങ്കിൽ ഷെനക്ക് അത് നല്ല വിഷമാവും. അതിനെന്താ ചമക്ക് ചെയ്യാം. എന്നായിക്കോട്ടെ, ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. മൂപ്പർക്ക് ഒരാഴ്ചനുള്ളിൽ പോണെന്ന് നിക്കാഹ് പെട്ടെന്ന് നടത്തി കൊടുക്കാനാ പറയണത്. ഒരാഴ്ചന്റെ ഉള്ളിലോ? ആ, ഒരാഴ്ചന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാ? നമുക്ക് മഹറൊക്കെ എടുക്കണ്ടേ? അതിന് മഹറിന്റെ കാര്യമല്ല, ചുമ്മാ ടെൻഷൻ ആവണ്ട. പോപ്പുലർ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞാ ഒരു ലേറ്റസ്റ്റ് ഡിസൈൻസ് ഒക്കെ അയച്ചു തരും. നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാലോ. ഓരോന്ന് മാറ്റിയോക്കുപ്പാ. നമ്മൾ വേഗം പോയി വിളിച്ചു പറയും. ഹലോ സുരേഷ് ഏട്ടാ. ആ പറ മോളെ. ഇക്കാടെ നിക്കാഹിന്റെ ഡേറ്റ് മാറ്റിയിട്ടോ, ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവും. ആണോ? നിങ്ങൾ അവിടുത്തെ ലേറ്റസ്റ്റ് ഡിസൈൻസ് ഒക്കെ ഒന്ന് അയച്ചു തരുമോ? മെഹർ കൊടുക്കാനുള്ളതാ. അവിടെ വന്ന് സെലക്ട് ചെയ്യാനാണെങ്കിൽ സമയവും ഇല്ല. അതിനെന്താ, ഞാനിപ്പോ അയച്ചുതരാം. ആ ഓക്കെ. ഉമ്മാ, ഓരോരുത്തർ ഡിസൈൻസ് ഒക്കെ അയച്ചു നോക്കട്ടെ. ഇപ്പൊ നോക്ക്. നിങ്ങൾക്ക് ഇത് ഇഷ്ടായോ? നോക്കിയട്ടെ. ഈ ഡിസൈൻ നല്ല രസമുണ്ട്, നല്ല ചേരുട്ടോ. നൈസ് അല്ലേ? നമ്മന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. നോക്കേ. ആ സുബൈർക്ക. ആ സുരേഷ്, പിന്നെ മോന്റെ കല്യാണത്തിന് മാറിന്റെ ഡിസൈനേ സെലക്ട് ചെയ്ത് അയച്ചിരുന്നു. ആ അത് ഓക്കെയാണ്, എല്ലാം റെഡിയാണ്. വരും കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള മോഡൽ. നല്ല രസം. നമ്മൾ വിചാരിച്ച അതുപോലെ തന്നെ അല്ലേ?